പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ രണ്ടാഴ്ചകളിലായി മരണവുമായി ബന്ധപ്പെട്ട് മരണത്തിൻ്റെ മുന്നൊരുക്കങ്ങളെ സംബന്ധിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മരണത്തിൻ്റെ മുന്നൊരുക്കം, മരണത്തിന് വേണ്ടി ഒരുങ്ങുക എന്ന് പറഞ്ഞാൽ ചെയ്തു പോയ പാപങ്ങൾ അല്ലാഹുവിനോട് ഏറ്റുപറഞ്ഞ് തൗബ ചെയ്യണമെന്നും നഷ്ടപ്പെട്ടു പോയ ഇബാദത്തുകൾ ഖളാ വീട്ടി തുടർന്ന് ഇബാദത്തുകളിൽ നിരതരായി ജീവിക്കണമെന്നും സമസൃഷ്ടികളോടുള്ള ബാധ്യതകൾ, സാമ്പത്തിക ഇടപാടുകൾ പറഞ്ഞു തീർക്കണം, വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ മറ്റൊരാൾക്ക് ഉപദ്രവം വരുത്തിയിട്ടുണ്ടെങ്കിൽ പൊരുത്തം ചോദിക്കണം. ഈ രീതിയിൽ മരണത്തിന് വേണ്ടി ഒരുങ്ങി തയ്യാറാവണമെന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ച ഹദീസുകളുടെയും ആയത്തുകളുടെയും വെളിച്ചത്തിൽ മനസ്സിലാക്കുകയുണ്ടായി. പ്രിയപ്പെട്ടവരെ, എപ്പോഴാണ് നമ്മുടെ മരണം സംഭവിക്കുന്നത് എന്ന് നമുക്ക് ആർക്കും അറിയില്ല. എന്നാലും നാം മരിക്കാറായി എന്ന് ചില ലക്ഷണങ്ങൾ, ചില അടയാളങ്ങൾ മരണം പിടികൂടുന്നതിന് മുമ്പായി നമ്മുടെ ശരീരത്തിൽ പ്രകടമാകും എന്ന് മഹാന്മാരായ പണ്ഡിതന്മാരും പഠിപ്പിക്കുകയാണ്. മരണത്തിന് ചില അടയാളങ്ങളുണ്ട്. നമുക്കറിയാം, എല്ലാം നശിക്കും. കുല്ലുമൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. സൂറത്തുർ റഹ്മാനിൽ നമ്മൾ കേട്ടിട്ടുള്ള ആയത്താണ്. എല്ലാം നശിക്കും, എല്ലാത്തിനും ഒരു അന്ത്യമുണ്ട്, നാശമുണ്ടെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. മനുഷ്യർക്ക് മാത്രമല്ല. ഉദാഹരണമായിട്ടൊരു ചെടി, ആ ചെടിക്ക് മരണമുണ്ട്. ആ ചെടിക്ക് ജീവനുള്ളത് കൊണ്ടാണ് അത് വളരുന്നതും അതിൽ പുഷ്പങ്ങൾ കായ്ക്കുന്നതും അതിൽ കനികളുണ്ടാകുന്നതുമൊക്കെ അതിന് ജീവനുള്ളത് കൊണ്ടാണ്. എല്ലാത്തിനും മരണമുണ്ട്. ഒരു ചെടി അത് മരിക്കാറായി എന്നതിൻ്റെ സൂചനയാണ് അതിൻ്റെ ഇലകൾ വാടിത്തുടങ്ങുക എന്ന് പറയുന്നത്. ഇലകൾ വാടും, പിന്നീട് ആ ഇലകൾ പഴുക്കും, തുടർന്ന് ആ ഇലകൾ കരിയും, അനന്തരം ഇലകൾ ഒഴിഞ്ഞു പോകും. ആ ചെടി ദ്രവിച്ചു ഭൂമിയോടും മണ്ണോടും ചേരും. അപ്പോ അതിൻ്റെ ഇല പഴുക്കുക, വാടുക, ഇതൊക്കെ ആ ചെടി നശിക്കാൻ പോകുന്നു എന്നതിൻ്റെ സൂചനകളാണ്, എന്നതിൻ്റെ അടയാളങ്ങളാണ്. എന്ന് പറഞ്ഞതുപോലെ പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യൻ മരിക്കാൻ പോകുന്നു എന്നതിന് ചില സൂചനകൾ, ചില ലക്ഷണങ്ങളുണ്ട് എന്ന് ബഹുമാനപ്പെട്ട ദാവൂദ് നബി അലൈഹിസ്സലാം നമ്മളെ പഠിപ്പിക്കുന്നു. ഒരിക്കൽ മഹാനായ അസ്രായീൽ അലൈഹിസ്സലാം ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ അടുക്കൽ വന്നു. അപ്പോൾ ദാവൂദ് നബി അലൈഹിസ്സലാം പ്രവാചകന്മാരാണല്ലോ, അവർക്ക് മലക്കുകളെ അറിയാം. മലക്കുകളോട് പ്രവാചകന്മാർ സംസാരിക്കും. അസ്രായീൽ അലൈഹിസ്സലാമിനോട് മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാം ചോദിച്ചു, അല്ല അസ്രായീൽ, മനുഷ്യരുടെ റൂഹിനെ നിങ്ങൾ പിടിക്കുന്നു, പൊടുന്നനെ മനുഷ്യനൊരു മരണത്തിന് വേണ്ടി ഒരുങ്ങാൻ, ആ മരണത്തിന് വേണ്ടി തയ്യാറാവാൻ ഒരു അവസരം കൊടുക്കാതെ, ഒരു മുന്നറിയിപ്പ് കൊടുക്കാതെ മനുഷ്യരുടെ ആത്മാക്കളെ പിടിക്കുന്നതും മനുഷ്യനോട് കാണിക്കുന്ന ഒരു ക്രൂരതയല്ലേ എന്ന് ദാവൂദ് നബി അലൈഹിസ്സലാം അസ്രായീൽ അലൈഹിസ്സലാമിനോട് പറഞ്ഞു. അപ്പൊ അസ്രായീൽ അലൈഹിസ്സലാം പറഞ്ഞു, അല്ല, ഒരിക്കലും ഞാൻ കൊടുങ്കന മനുഷ്യന്റെ റൂഹിനെ പിടിക്കുകയില്ല. മനുഷ്യൻ മരിക്കാറായി, അവന്റെ റൂഹ് പിടിക്കപ്പെടാറായി എന്ന് ചില സൂചനകൾ അവന്റെ ശരീരത്തിൽ പ്രകടമായതിനു ശേഷം മാത്രമാണ് ഞാൻ അവന്റെ ആത്മാവിനെ പിടിക്കുന്നത്. ഇത് പറഞ്ഞിട്ട് പ്രിയപ്പെട്ടവരെ, മരണത്തിന്റെ 3 അടയാളങ്ങൾ, ഒരു മനുഷ്യൻ മരിക്കാറായി എന്ന് അറിയിക്കുന്ന 3 സൂചനകൾ ബഹുമാനപ്പെട്ട അസ്രായീൽ അലൈഹിസ്സലാം
മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു കൊടുത്തു. ഈ 3 അടയാളങ്ങളും നമ്മളിൽ പലരിലും ഉണ്ടായി. ചിലരിൽ 2 അടയാളം ഉണ്ടായിട്ടുണ്ട്, ചിലരിൽ 1 അടയാളം ഉണ്ടായിട്ടുണ്ട്. ഈ അടയാളം കേട്ടിട്ട് നമ്മൾ തീരുമാനിക്കണം, മരണത്തിന്റെ അടയാളങ്ങൾ മരിക്കാറായി എന്ന സൂചന എന്റെ ശരീരത്തിലുണ്ടോ എന്ന്. ഒന്നാമതായി അസ്രായീൽ അലൈഹിസ്സലാം ദാവൂദ് നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞത്, മിൻ അലാമാത്തിൽ മൗതി ബയാദു ശഅരിക ബഅദ സബാതി വളുഫി ബദനിക ബഅദ ഖുവ്വതി വൻഹിനാഉ ലഹിനിക ബഅദ ഇസ്തിഖാമതി. ഇങ്ങനെ 3 അടയാളങ്ങൾ. 1 ബയാദു ശഅരിക ബഅദ സബാതി. നമ്മൾ ജനിച്ച് കുറെ പ്രായം വരെ നമ്മുടെ മുടി അത് കറുത്ത കളറായിരിക്കും. കുറെ പ്രായം ചെന്നതിന് ശേഷം നമ്മുടെ മുടിയും നമ്മുടെ താടി രോഗങ്ങളും ഒക്കെ നരയ്ക്കാൻ തുടങ്ങും. ഇത് മരണത്തിന്റെ ഒരു അടയാളമാണ്. നാം ആ നര മറപ്പിച്ചു വെച്ചാലും ശരി, മരണത്തിന്റെ അടയാളം നമ്മുടെ ശരീരത്തിൽ പ്രകടമായി നര മനുഷ്യൻ മരിക്കാറായി എന്ന് സൂചിപ്പിക്കുന്ന അടയാളമാണെന്ന് മഹാനായ ഇസ്രായീൽ നരച്ചു തുടങ്ങി. ആ നര വരുന്നതിന്റെ അടയാളം മരണം അടുത്തു തുടങ്ങി. ഇനി അധിക കാലം ഈ ഭൂമിയിൽ നിനക്ക് ജീവിതമില്ല. നീ മരണത്തോട് അടുത്തിരിക്കുകയാണ്. ഖബർ ജീവിതത്തോട് നീ അടുത്തിരിക്കുകയാണ്. നശ്വരമായ ഭൗതിക ലോകത്തു നിന്നും നീ യാത്രയാവാൻ സമയമായിരിക്കുന്നു എന്നതിന്റെ സൂചനയാണ്, അടയാളമാണ് നര എന്ന് ബഹുമാനപ്പെട്ട ഇസ്രായീൽ അലൈഹിസ്സലാം. പ്രിയപ്പെട്ടവരെ, ഇത് പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ഫാത്തിർ 37-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പഠിപ്പിക്കുന്നുണ്ട്. പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറയുന്നു, വഹും യസ്തരിഖൂന ഫീഹാ റബ്ബനാ അഖ്രിജ്നാ നഅമൽ സാലിഹൻ ഗൈറല്ലദീ കുന്നാ നഅമൽ. നരകത്തിൽ കടന്നുകൊണ്ട് ചില ആളുകൾ നിലവിളിക്കും, അട്ടഹസിച്ച് നരകവാസികൾ കരയും. അവർ പറയും, ഈ നരകത്തിന്റെ ഭയാനകമായ ചൂട് താങ്ങാൻ ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ല. അഖ്രിജ്നാ അഖ്രിജ്നാ, ഈ നരകത്തിൽ നിന്ന് ഞങ്ങളെ ഒന്ന് പുറത്താക്കാം, ഞങ്ങളെ ഭൂമിയിലേക്കൊന്ന് മടക്കി അയക്കണം. ഭൂമിയിൽ ഞങ്ങൾ ജീവിച്ചത് തോന്നിവാസിയായിട്ടാണ്. ഞങ്ങൾ ഒരുപാട് അക്രമങ്ങളും തിന്മകളും ചെയ്തുകൊണ്ടാണ് ഭൂമിയിൽ ഞങ്ങൾ ജീവിച്ചത്. ഞങ്ങൾ പ്രവർത്തിച്ചതല്ലാത്ത നല്ല പ്രവർത്തനങ്ങൾ, സുഹൃതങ്ങൾ, നന്മകൾ ചെയ്തോളാം തമ്പുരാനെ. അതുകൊണ്ട് ഈ നരകത്തിൽ നിന്നും ഞങ്ങളെ ഒന്ന് പുറത്താക്കണമേ എന്ന് നരകവാസികൾ അട്ടഹസിച്ച് നിലവിളിക്കുന്ന സന്ദർഭത്തിൽ അല്ലാഹു തആല നരകവാസികളോട് ഒരു ചോദ്യം ചോദിക്കും. എന്താണ് ആ ചോദ്യം? അബലം നുഅമ്മിറുകും മാ യതദക്കറു ഫീഹി മൻ തദക്കർ. നരകത്തിൽ നിലവിളിക്കുകയാണോ, അട്ടഹസിക്കുകയാണോ ഈ നരകത്തിൽ കടന്നുകൊണ്ട്? ചിന്തിക്കാൻ പര്യാപ്തമായ ഒരു കാലയളവ് നിനക്ക് ഞാൻ ആയുസ് തന്നില്ലേ? ഇങ്ങനൊരു നരകമുണ്ട്. നരകത്തിൽ നാരകീയമായ ശിക്ഷയുണ്ട്, ഭയാനകമായ അദാബുണ്ട് നരകത്തിൽ എന്ന് നിനക്ക് ചിന്തിക്കാൻ പര്യാപ്തമായ ഒരു കാലയളവ് ആയുസ് തന്നില്ലേ? നിനക്ക് നാം ബുദ്ധി തന്നില്ലേ? ചിന്തിക്കാനുള്ള വിവേകം, ചിന്തിക്കാനുള്ള ചിന്താശക്തി നിനക്ക് നാം നൽകില്ലേ? എന്നിട്ട് തുടർന്ന് അല്ലാഹു പറയുന്നത്, നിങ്ങൾക്ക് മുന്നറിയിപ്പുകാരൻ വന്നില്ലയോ? നദീർ, താക്കീതുകാരൻ വന്നില്ലയോ? നരകവാസികളെ അനുഭവിച്ചു കൊള്ളുക, നിങ്ങളെ സഹായിക്കാൻ ഇന്ന് ആരുമില്ല എന്ന് നരകവാസികളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അല്ലാഹു ചോദിക്കുന്ന നരകവാസികൾ നരകത്തിൽ നിന്ന് പുറത്താക്കണമേ എന്ന് ആവശ്യപ്പെടുമ്പോൾ അല്ലാഹു നരകവാസികളോട് ചോദിക്കുന്ന 2 ചോദ്യങ്ങൾ: ഒന്ന്, ചിന്തിക്കാൻ പര്യാപ്തമായ കാലയളവ് നിനക്ക് ആയുസ് തന്നില്ലയോ? നിനക്ക് ആയുസ് തന്നില്ലയോ? 2, താക്കീതുകാരൻ വന്നില്ലയോ? മുന്നറിയിപ്പുകാരൻ വന്നില്ലയോ? പ്രിയപ്പെട്ട സഹോദരന്മാരെ,
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത്, നിങ്ങൾക്ക് ചിന്തിക്കാൻ പര്യാപ്തമായ ഒരു കാലയളവ് ആയുസ് നൽകിയില്ലയോ എന്നതിന്റെ അർത്ഥം നിങ്ങൾക്ക് ഞാൻ 40 വയസ്സ് വരെ ജീവിക്കാൻ അവസരം നൽകിയില്ലയോ? മറ്റൊരു ചില ഹദീസിലുള്ളത് നിങ്ങൾക്ക് 60 വയസ്സ് 70 വയസ്സ് ആയുസ് നൽകിയില്ലയോ? അതാണ് ആയുസ് നൽകിയില്ലയോ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായ ഒരു മനുഷ്യന് മരണം സംഭവിക്കാവുന്ന പ്രായം 60-ന്റെയും 70-ന്റെയും ഇടയിലാണ്. 60 വയസ്സായ ആളുകൾ തീർച്ചയായും അവർ ഒരുങ്ങിയിരിക്കണം മരണത്തിന് വേണ്ടി. 60 കഴിഞ്ഞു, ഞാൻ 70 കഴിഞ്ഞു, 80 കഴിഞ്ഞു, 90 കഴിഞ്ഞു, എനിക്ക് ഇനിയും കുറെ കാലങ്ങളുടെ ആയുസ്സുണ്ട് എന്ന് ചിന്തിക്കരുത്. 60 കഴിഞ്ഞാൽ പ്രവാചക തിരുമേനിയുടെ അധ്യാപനത്തിന്റെ വെളിച്ചത്തിൽ മരണം ഏത് സമയവും പിടികൂടാം. ഉമ്മത്തികൾ മരണപ്പെടുന്നതിന്റെ സാധാരണ മരണം സംഭവിക്കുന്നതിന്റെ ഒരു പ്രായം 60 പ്രിയപ്പെട്ടവര്. ചില പണ്ഡിതന്മാര് ഞാൻ സൂചിപ്പിച്ചതുപോലെ 40 എന്ന് അഭിപ്രായമുള്ളവരുണ്ട്. അതുപോലെ താക്കീതുകാരൻ വന്നില്ലയോ എന്നതിന്റെ വിവക്ഷ ഖുർആൻ വ്യാഖ്യാന പണ്ഡിതന്മാരായ റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു, മഹാനായ ഖത്താദ റളിയല്ലാഹു അൻഹു, സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള പ്രഗൽഭരായ ഖുർആൻ വ്യാഖ്യാന പണ്ഡിതന്മാർ പറയുന്നത് അന്നഹും ഖാലു യഗ്നി അശ്ശൈബ്, മനുഷ്യന് നരബാധിച്ചില്ലയോ എന്നാണ്. നര ഈ പറഞ്ഞത് മനുഷ്യൻ മരിക്കാറായി എന്നതിന്റെ ഒന്നാമത്തെ ലക്ഷണം നര. നമുക്കൊക്കെ ആ സൂചന വെളിപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു, അല്ലെ? നരയ്ക്കാൻ തുടങ്ങിയിരിക്കുന്നു. നര വിളിച്ചു പറയുന്നു, നിന്റെ ആയുസ് തീരാറായി, നിന്റെ ആയുസ് അവസാനിക്കാറായി എന്നതിന്റെ സൂചനയാണ് ഞാൻ അഥവാ നര. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം ഇസ്ലാമിന്റെ 2ാം ഖലീഫയായ ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഒരു ജോലിക്കാരനെ ജോലിക്ക് നിർത്തിയെന്നാണ്. എന്തിനാണ്? തന്റെ ഭരണകാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന്റെ ഇടയിൽ മരണത്തെ കുറിച്ചുള്ള ചിന്ത വിട്ടുപോകുമ്പോൾ, ഉമർ നിങ്ങൾ മരിക്കും, ഉമർ നിങ്ങൾ മരിക്കും എന്ന് ഓർമ്മപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി. പ്രിയപ്പെട്ടവരെ, ചരിത്രത്തിൽ കാണാം, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് നര ബാധിച്ചപ്പോൾ അദ്ദേഹം തന്റെ തൊഴിലാളിയോട് പറഞ്ഞു, ഇനി നിന്റെ സേവനം എനിക്ക് വേണ്ട, എന്നെ മരണത്തെ കുറിച്ച് ഓർമ്മിപ്പിക്കാൻ എന്റെ താടി തലമുടി രോമങ്ങൾ നരച്ചിരിക്കുന്നു, ആ നര നീ മരിക്കാറായി എന്ന് എന്നോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജോലിക്കാരനെ പിരിച്ചുവിട്ടു എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും. അപ്പോ മരണത്തെ കുറിച്ച് സൂചിപ്പിക്കുന്ന മരണത്തിന്റെ ഒന്നാമത്തെ ലക്ഷണം നരയാണ്. നര. രണ്ടാമതായി പറഞ്ഞത് ശരീരം. ആ ശരീരം നല്ല ശക്തി പ്രാപിച്ചതിന് ശേഷം, ആരോഗ്യത്തോടെ നമ്മൾ ജീവിച്ചതിന് ശേഷം നമ്മുടെ ശരീരത്തിന്റെ ശക്തി ക്ഷയിച്ചു പോകുക, നമ്മുടെ ശരീരം ദുർബലമായി പോകുക, ശരീരത്തിന് രോഗം പിടികൂടുക, ഇത് മരണത്തിന്റെ ലക്ഷണമാണെന്ന് ബഹുമാനപ്പെട്ട അസ്റാഈൽ അലൈഹിസ്സലാം പറയുക. ശരീരത്തിന്റെ ശക്തി ചോർന്നു പോകുക, പലവിധ രോഗം, ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, അതുപോലെ നാഡി നരമ്പുകൾക്ക് വേദന, ശരീരത്തിന്റെ സന്ധികൾക്ക് വേദന, ഇത് മരണത്തെ സൂചിപ്പിക്കുന്ന ലക്ഷണമാണ്. നമ്മൾ ഡോക്ടറെ പോയി കാണും, മരുന്ന് വാങ്ങിക്കും, അപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് എന്താണ്? ഇത് സുഖപ്പെടും, ഇത് നമുക്ക് ഇനിയുള്ള ജീവിതം, കാലാകാലം ജീവിക്കാമെന്ന വ്യാമോഹമാണ്. പ്രിയപ്പെട്ടവരെ, ശരീരത്തിലുണ്ടാകുന്ന വേദനകളും ശരീരത്തിന്റെ അസ്വസ്ഥതകളും ശരീരത്തിന്റെ അശക്തി ദുർബലതയും, ശരീരം ക്ഷീണിച്ചു പോകുക, ശക്തി ക്ഷയിച്ചു പോകുക, ഇത് മരണത്തെ സൂചിപ്പിക്കുന്ന അടയാളമാണ്. മൂന്നാമത്തത് നടുവ് നിവർത്തി, തല ഉയർത്തി, ചങ്കു വിരിച്ച്, എന്നെ കഴിഞ്ഞ ആരുമില്ല എന്ന അഹങ്കാരത്തോടെ നടന്നവൻ, അവന്റെ മുതുകു കുനിഞ്ഞു പോകുന്ന ഒരു ദിവസമുണ്ട്. നടുവ് നിവർക്കാൻ കഴിയാത്ത,
മുട്ടുമടക്കാൻ കഴിയാത്ത ഒരു ദിവസമുണ്ട്. അവന്റെ മുതുക് കുനിഞ്ഞു പോയാൽ അവൻ മനസ്സിലാക്കണം, മരണം എന്നെ പിടികൂടാറായിരിക്കുന്നു, ഞാൻ മരിക്കാറായിരിക്കുന്നു. മരണത്തിന്റെ അടയാളമാണ് ഇത്, മരണത്തിന്റെ ലക്ഷണമാണ് ഇതെന്ന് മനസ്സിലാക്കണം. പ്രിയപ്പെട്ടവരെ, ഈ 3 അടയാളങ്ങളും ഉണ്ടായിട്ടുള്ളവർ നമ്മുടെ കൂട്ടത്തിലില്ലേ? നരവാദിച്ചു, ശരീരത്തിന്റെ ശക്തി ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നു, രോഗബാധിതനായി. അതുപോലെ നടുവ് കുനിഞ്ഞു പോകുന്നവർ, കുനിഞ്ഞ നടുവ് നിവർത്താൻ കഴിയാത്തവർ, ഇതൊക്കെ മരണത്തിന്റെ ലക്ഷണമാണ്. മരിക്കാതായി എന്ന സൂചനയാണ്. മരണത്തിൽ നിന്നും ഓടിയൊടിക്കാൻ നമുക്കാർക്കും സാധ്യമല്ല പ്രിയപ്പെട്ട സഹോദരന്മാരെ എന്ന് നാം മനസ്സിലാക്കുക. ബഹുമാനപ്പെട്ട ഈ മരണത്തിന്റെ ലക്ഷണങ്ങൾ കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യണം? മരണത്തിന്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയാൽ നമ്മൾ കൂടുതലായി അല്ലാഹുവിനോട് അടുക്കണം. തസ്ബീഹ്, തഹ്ലീലുകൾ, ദിക്റുകൾ അധികരിച്ച് കഴിയണമെന്നാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. ഇത് വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൊടുത്ത നിർദ്ദേശമാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ശ്രദ്ധിക്കണം. നമുക്കെല്ലാം അറിയാം, വിശുദ്ധമായ ഖുർആനിലെ 103-ാമത്തെ 3 ആയത്തുള്ള ചെറിയ സൂറത്താണ് സൂറത്തുൻ നസ്ർ. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്തൻ നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർ ഇന്നഹു കാന തവ്വാബ. നമുക്കെല്ലാം മനപ്പാടമുള്ള സൂറത്താണ്. മഗ്‌രിബ് നമസ്കാരത്തിന് പലപ്പോഴും നമ്മൾ ഓതി കേൾക്കാറുള്ള വിശുദ്ധമായ ഖുർആനിലെ ചെറിയ ഒരു സൂറത്ത്. എന്താണ് ഈ സൂറത്തിന്റെ അർത്ഥം? ഇദാ ജാഅ നസ്റുല്ലാഹ്, അല്ലാഹുവിന്റെ സഹായം വന്നാൽ, നബിയെ അല്ലാഹുവിന്റെ സഹായം വന്നു കഴിഞ്ഞാൽ, വൽ ഫത്ഹ്, മക്കം ഫത്ഹ്, അതായത് മക്കം വിജയിച്ചടക്കിയാൽ, പ്രവാചകനെയും സഹാബത്തിനെയും മക്കയിൽ നിന്നും പുറത്താക്കിയല്ലോ ശത്രുക്കൾ. കുറെ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും മക്ക സഹാബത്തിന്റെയും പ്രവാചകന്റെയും അധീനതയിൽ വന്നു. ആ അധീനതയിൽ വന്ന സംഭവത്തിനാണ് വൽ ഫത്ഹ്, മക്ക വിജയം എന്ന് പറയപ്പെടുന്നത്. അല്ലാഹുവിന്റെ സഹായമുണ്ടായി, മക്ക വിജയവും ഉണ്ടായാൽ, ദീനിലേക്ക്, അല്ലാഹുവിന്റെ മതത്തിലേക്ക് ആളുകൾ കൂട്ടമായി വരുന്നത് കണ്ടാൽ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ സൂറത്ത് അവതരിപ്പിക്കപ്പെടുന്ന സന്ദർഭത്തിൽ ഒരുപാട് സഹാബകൾ സന്തോഷിച്ചു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള സഹാബാക്കളൊക്കെ സന്തോഷിച്ചു. പക്ഷേ ഈ സൂറത്ത് അവതരിപ്പിക്കപ്പെട്ടതിന് ശേഷം റഈസുൽ മുഫസ്സിരീൻ, ഖുർആൻ വ്യാഖ്യാന പണ്ഡിതന്മാരുടെ നേതാവ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമ പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമയോട് ചോദിച്ചു, എന്റെ പ്രിയപ്പെട്ട പിതൃവ്യ ഇബ്നു അബ്ബാസ്, എന്തിനാണ് താങ്കൾ കരയുന്നത്? എന്തിനാണ് താങ്കൾ പ്രയാസപ്പെടുന്നത്? പ്രഗത്ഭരായ അബൂബക്കർ സിദ്ദീഖിനെ പോലുള്ള, ഉമറുൽ ഫാറൂഖിനെ പോലുള്ള മുതിർന്ന സഹാബത്ത് സന്തോഷിക്കുമ്പോൾ എന്തിനാണ് താങ്കൾ പൊട്ടിക്കരയുന്നത്? എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ എന്താണെന്ന് അറിയുമോ? ഈ സൂറത്തിൽ അല്ലാഹുവിന്റെ സഹായം വന്നെത്തിയാൽ, മക്കം വിജയമുണ്ടായാൽ, ദീനിലേക്ക് ആളുകൾ കൂട്ടമായി വരുന്നത് കണ്ടാൽ നമുക്ക് പ്രത്യക്ഷത്തിൽ അത് നല്ല കാര്യമല്ലേ, അത് സന്തോഷിക്കാനുള്ള കാര്യമല്ലേ എന്ന് നമുക്ക് തോന്നിപ്പോകും. പ്രവാചകരെ, ഞാൻ മനസ്സിലാക്കുന്നു, തീർച്ചയായും ഈ സൂറത്ത് താങ്കളുടെ മരണവൃത്താന്തം അറിയിക്കുന്ന സൂറത്താണ്, താങ്കളുടെ മരണവാർത്ത അറിയിക്കുന്ന സൂറത്താണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അതെ, നീ പറഞ്ഞത് സത്യമാണ്, എന്റെ മരണം അടുത്തു എന്ന സൂചനയാണ് അല്ലാഹു തആല ഈ അധ്യായത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് നൽകുന്നത്. ഈ ആയത്ത്, ഈ സൂറത്ത് അവതരിപ്പിക്കപ്പെട്ടപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നു, ഖദ് നുഇയത് ഇലയ്യ നഫ്സി, എനിക്ക് എന്റെ മരണവാർത്ത അറിയിക്കപ്പെട്ടിരിക്കുന്നു, ഞാൻ മരിക്കാറായി എന്ന വാർത്തയാണ് ഈ സൂറത്ത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഈ സൂറത്തിന് സൂറത്തുൻ നസ്ർ എന്ന് പേരുണ്ട്. അതുപോലെ സൂറത്തുൽ തൗബീഖ്
യാത്ര അയപ്പിന്റെ അധ്യായം എന്ന പേരുകൊണ്ട് ഈ സൂറത്തിന്. ഈ സൂറത്ത് അവതരിപ്പിച്ചുകൊണ്ടാണ് അള്ളാഹു പ്രവാചകന് യാത്ര അയപ്പ് കൊടുത്തത്. ദുനിയാവിൽ നിന്നും അള്ളാഹുവിന്റെ സമക്ഷത്തിലേക്കുള്ള യാത്ര, ആ യാത്രയയപ്പ് നൽകിക്കൊണ്ടാണ് ഈ സൂറത്ത് അവതരിപ്പിക്കപ്പെട്ടത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഈ സൂറത്ത് അവതരിപ്പിക്കപ്പെട്ടതിന് ശേഷം ഒരു നിവേദനമനുസരിച്ച് 81 ദിവസങ്ങൾ മാത്രമാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചത്. മറ്റൊരു നിവേദന പ്രകാരം 9 ദിവസങ്ങൾ മാത്രമാണ് ഹബീബായ പ്രവാചകൻ ദുനിയാവിൽ ഭൂമിയിൽ ജീവിച്ചത്. ഈ സംഭവം പ്രവാചകന്റെ മരണവാർത്ത അറിയിച്ചുകൊണ്ട് അവതരിപ്പിക്കപ്പെട്ട ഈ സൂറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകരോട് പറയുന്ന, നബിയെ, താങ്കളുടെ ദൗത്യം പൂർത്തിയായിരിക്കുകയാണ്. താങ്കൾക്ക് ഇനി ഇവിടെ ജോലിയില്ല. താങ്കളുടെ ജോലി ദീൻ എത്തിച്ചു കൊടുക്കലായിരുന്നു. താങ്കളിലൂടെ ഈ ദീൻ പൂർത്തീകരിക്കലായിരുന്നു താങ്കളുടെ നിയോഗ ലക്ഷ്യം. ദീൻ പൂർത്തീകരിക്കപ്പെട്ടു. ഹജ്ജത്തുൽ വിദാ, ഹിജ്റ 9-ാം വർഷം ഹജ്ജത്തുൽ വിദായിൽ വെച്ച് ദീൻ പൂർത്തീകരിക്കപ്പെട്ടു. ഇനി താങ്കളുടെ സേവനം, ഇനി താങ്കളുടെ ജോലിയില്ല, താങ്കളുടെ സേവനം അവസാനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ താങ്കൾ മരിക്കാറായിരിക്കുന്നു നബിയെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചിട്ട് അല്ലാഹു തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, ഫസബ്ബിഹ്, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, പ്രായമുള്ളവർ, എന്റെ പിതാക്കന്മാർ, തലമുടി നരച്ചവർ, സന്ധികൾക്ക് വേദനയുള്ളവർ, ആരോഗ്യം ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നവർ മനസ്സിലാക്കണം, ഇനി അധികകാലം നമുക്ക് ജീവിതമില്ല. ഇനി അധികകാലം നമുക്ക് ജീവിതമില്ല. മരണത്തിന്റെ അടയാളങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിൽ പ്രകടമായി കഴിഞ്ഞിരിക്കുന്നു, മരിക്കാറായിരിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വിശുദ്ധ ഖുർആൻ പ്രവാചകനോട് പറഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർഹു. അല്ലാഹു തആല പ്രവാചകനോട് 3 കാര്യങ്ങൾ പറഞ്ഞു. നബിയെ, മരിക്കാറായി, ഈ ലോകത്തിൽ നിന്നും യാത്ര പോകാനായിരിക്കുന്ന നബിയെ, ആ യാത്രയ്ക്ക് വേണ്ട മുന്നൊരുക്കമെന്ന നിലയ്ക്ക്, മരണത്തിലുള്ള മുന്നൊരുക്കമെന്ന നിലയ്ക്ക് താങ്കൾ ചെയ്യേണ്ടത് റബ്ബിനെ പ്രകീർത്തിച്ചുകൊണ്ടിരിക്കണം. ബിഹംദി റബ്ബിക, റബ്ബിനെ സ്തോത്രം ചെയ്യുന്നതിനോടൊപ്പം, റബ്ബിനെ സ്തുതി കീർത്തനങ്ങൾ ആലപിക്കുന്നതിനോടൊപ്പം റബ്ബിനോട് പാപമോചനം തേടണം. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്. ഈ ദിക്റുകൾ അധികരിപ്പിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, ഞാൻ ഈ പറഞ്ഞതുപോലെ മരണത്തിന്റെ ലക്ഷണം നമ്മുടെ ശരീരത്തിൽ പ്രകടമായവർ പ്രത്യേകിച്ച് എല്ലാവരും മരണത്തിന് വേണ്ടി ഒരുങ്ങണം. നമസ്കാരം നിലനിർത്തുന്നതിനോടൊപ്പം കൂടുതലായി ഈ പ്രാർത്ഥന, ഈ തസ്ബീഹുകൾ ഞാൻ ചെയ്യണം. ഖാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുക്തിറു അൻ അയ്യഖൂല ഖബല അയ്യമൂത്. പ്രവാചക തിരുമേനി വഫാത്താകുന്നതിനു മുമ്പ്, പ്രവാചകൻ മരണപ്പെടുന്നതിനു മുമ്പ് ധാരാളമായി പ്രവാചകൻ പറയുമായിരുന്നു, സുബ്ഹാനല്ലാഹുമ്മ വബിഹംദിക അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. സുബ്ഹാനല്ലാഹുമ്മ വബിഹംദിക അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. ഇങ്ങനെ പ്രവാചകൻ ധാരാളം പറയുമായിരുന്നു. ഖുർആന്റെ നിർദ്ദേശമാണ്, സുബ്ഹാനക ഫസബ്ബിഹ്, താങ്കൾ തസ്ബീഹ് ചൊല്ലണം. സുബ്ഹാനക, നിന്നെ പ്രകീർത്തിക്കുന്നു അല്ലാഹുവേ, നിന്നെ പരിശുദ്ധപ്പെടുത്തുന്നു അല്ലാഹുവേ. വബിഹംദിക, നിന്നെ സ്തുതിക്കുന്നതിനോടൊപ്പം. ഫസബ്ബിഹ് ബിഹംദി, അതാണ് സുബ്ഹാനല്ലാഹുമ്മ വബിഹംദിക വസ്തഗ്ഫിറുഹു അസ്തഗ്ഫിറുക വഅതൂബു ഇലൈഹി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെല്ലാവരും ഈ ദിക്ർ പഠിക്കണം. സുബ്ഹാനല്ലാഹുമ്മ വബിഹംദിക അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. ഇത് ധാരാളമായി നമ്മൾ ചൊല്ലണം. മരണം അടുക്കാറാകുന്ന സമയത്ത് നമ്മളെ മരിക്കുന്ന നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നുണ്ട്, ഖാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുക്സിറു അൻ യഖൂൽ ഫീ റുകൂഇഹി വസുജൂദിഹി. ഈ ആയത്ത് അവതരിപ്പിക്കപ്പെട്ടതിന് ശേഷം, സൂറത്ത് നസ്ർ അവതരിപ്പിക്കപ്പെട്ടതിന് ശേഷം റുകൂഇലും സുജൂദിലും ഒക്കെ പ്രവാചകൻ ധാരാളം പറയുമായിരുന്നു, സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക
അല്ലാഹുമ്മ ഗ്ഫിർലി എന്ന് പ്രവാചകൻ പറയുമായിരുന്നു. എല്ലാത്തിന്റെ അർത്ഥം ഒന്നാണ്, അല്ലാഹുവേ നിന്നെ പ്രകീർത്തിക്കുന്നു, നിന്നെ സ്തുതിക്കുന്നതിനോടൊപ്പം നിന്നോട് ഞാൻ പാപമേഖലം അർത്ഥിക്കുന്നു. ഇതാണ് ഇതിന്റെ അർത്ഥം. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മരണമാസന്നമായ സമയത്ത് ധാരാളമായി പറയുമായിരുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ രോഗിയായി കിടക്കുമ്പോൾ, നമ്മുടെ വീട്ടിൽ മരണത്തോട് മല്ലടിക്കുന്ന, ജീവിതത്തിലേക്ക് മടങ്ങി വരുമെന്ന് പ്രതീക്ഷയില്ലാത്ത അത്തരത്തിലുള്ള രോഗങ്ങൾ പിടിപെട്ട ആളുകളുണ്ടെങ്കിൽ അവർക്ക് നാം ഈ ദിക്ർ പഠിപ്പിച്ചു കൊടുക്കണം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. അല്ലാഹുവിന്റെ റസൂൽ മരണത്തിന് മുമ്പായി ധാരാളമായി ചൊല്ലിയ ദിക്ർ. ഈ ദിക്റുകൾ ചൊല്ലി മരണത്തിന് വേണ്ടി ഒരുങ്ങണം എന്നർത്ഥം. ഒരുങ്ങണം എന്നർത്ഥം. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നാവ് ദിക്റിനാൽ നനഞ്ഞ അവസ്ഥയിൽ മരണപ്പെടുക എന്ന് പറയുന്നത് എന്തൊരു ഭാഗ്യമാണ്. അല്ലാഹുവിന്റെ ദിക്ർ ചൊല്ലി മരണപ്പെടുക എന്ന് പറയുന്നത് അത്ര വലിയൊരു ഭാഗ്യമാണ്. മരണപ്പെടാൻ പോകുന്ന സന്ദർഭത്തിലും, രോഗശയ്യയിലും, സക്രാത്തിന്റെ അവസ്ഥയിലും പ്രിയപ്പെട്ടവരെ കൈവിരലുകൾ മടക്കിക്കൊണ്ട് സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക എന്ന ദിക്ർ ചൊല്ലി മരണപ്പെടണമെങ്കിൽ ആ ദിക്ർ നേരത്തെ പഠിക്കണം. ആരും ആ സമയത്ത് പഠിപ്പിച്ചാൽ പഠിക്കൂല. നേരത്തെ പഠിക്കണം. അത് ജീവിതത്തിൽ പതിവാക്കണം. പതിവാക്കി കഴിഞ്ഞാൽ എത്ര കഠിനമായ രോഗം പിടിപെടുന്ന സന്ദർഭത്തിലും, എത്ര വേദന അനുഭവിക്കുന്ന സന്ദർഭത്തിലും നാവിൽ അത് തന്നെ വരും. സുബ്ഹാനല്ലാഹുമ്മ വബിഹംദിക അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. പക്ഷേ ഈ അടയാളങ്ങളൊക്കെ പ്രകടമായിട്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് മരണത്തെ കുറിച്ചുള്ള ചിന്തയുണ്ടോ? നമ്മൾ എത്ര പേര് മരണത്തിന് വേണ്ടി ഒരുങ്ങുന്നുണ്ട്? ഇപ്പോഴും നമുക്ക് ദുനിയാവ് വെട്ടിപ്പിടിക്കണം, ആ ദുനിയാവിന്റെ വിഭവങ്ങൾ വാരിക്കൂട്ടണം, സമ്പൽ സമൃദ്ധിയിലായി ജീവിക്കണം. ഈ ഒരു വ്യാമോഹമല്ലേ നമുക്ക് യഥാർത്ഥത്തിൽ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ എത്ര സത്യമാണ്. യഹ്റുബിബിനു ആദം ഫതശിബു മിൻ ഹുസ്നതാനി അൽ ഹിർസു അലൽ മാൽ വൽ ഹിർസു അലൽ ഉംർ ഔ കമാ ഖാല സയ്യിദുനാ റസൂലുള്ളാഹി. ശ്രദ്ധിക്കുന്നില്ല നിങ്ങൾ? ഔ കമാ ഖാല സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു റസൂൽ പറഞ്ഞു, മനുഷ്യൻ പ്രായം ചെല്ലും, അവന്റെ ശരീരം ശോഷിക്കും, അവന്റെ ശക്തി ക്ഷയിച്ചു പോകും, കണ്ണിന്റെ കാഴ്ച മങ്ങിപ്പോകും, ചെവിയുടെ കേൾവി നഷ്ടപ്പെട്ടു പോകും, സന്ധികൾക്ക് നാഡിനരമ്പുകൾക്ക് വേദന അനുഭവപ്പെടും. പക്ഷേ അവന്റെ രണ്ട് കാര്യങ്ങൾ യുവത്വം പ്രാപിച്ചുകൊണ്ടിരിക്കും. മനുഷ്യന് രണ്ട് കാര്യങ്ങൾ യുവത്വം പ്രാപിച്ചുകൊണ്ടിരിക്കും. എന്താണ് ആ രണ്ട് കാര്യങ്ങൾ? അൽ ഹിർസു അലൽ മാൽ, ധനം കെട്ടിപ്പിടിക്കാനുള്ള അത്യാർത്തി. എത്ര കിട്ടിയാലും പോരില്ല. കബർ കുത്തിയാൽ ആ കബർ നിറയെ കൊണ്ടയിടാൻ, കബർ മൂടത്തക്ക നിലയ്ക്ക് പണമുണ്ടെങ്കിലും വീണ്ടും പണം. ദുനിയാവിന്റെ പുറകെ നെട്ടോട്ടമോടുകയാണ്. പണം സമ്പാദിക്കാൻ വേണ്ടി വ്യഗ്രത കാട്ടുകയാണ്. ദുനിയാവ് കെട്ടിപ്പിടിക്കാനും അവൻ അത്യാഗ്രഹിയാകുകയാണ്. കഷ്ടം. എഴുന്നേറ്റ് നടക്കാൻ പറ്റുന്നില്ല. ആ സമയത്ത് പണം സമ്പാദിക്കാൻ നടക്കുന്ന എത്രയോ വൃദ്ധജനങ്ങൾ, മരണത്തിന്റെ 3 അടയാളങ്ങളും പ്രകടമായ ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒരു വകുപ്പ് പള്ളിയിൽ കയറി ഒന്ന് കുനിഞ്ഞു നൂലാൻ തയ്യാറാവാത്ത എത്രയോ ആളുകൾ അവർ നടക്കുന്നു പറ്റിപ്പിടിക്കാൻ ദുനിയാവിന്റെ പിന്നാലെ. അൽ ഹിർസു അലൽ മാൽ, ധനം സമ്പാദിക്കാനുള്ള അത്യാഗ്രഹം. വൽ ഹിർസു അലൽ ഉംർ, ജീവിക്കണമെന്ന ആർത്തി. ഈ രണ്ട് കാര്യങ്ങൾ എല്ലാ മനുഷ്യനിലും യുവത്വം പ്രാപിച്ചുകൊണ്ടിരിക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ എത്ര കൃത്യമാണ് അല്ലേ? ആലോചിച്ച് ആർക്കാ നീ നാളെ മരിക്കുമെന്ന് പറഞ്ഞാലും പണം കൊണ്ട് കൊടുത്ത വേണ്ട നോക്കൂ. പ്രായമായവർ ലോട്ടറി എടുക്കുന്നവരില്ലേ? അവസാന സമയത്ത് പലിശ കച്ചവടം നടത്തുന്നവരില്ലേ നമ്മുടെ സമുദായത്തിൽ? ഇല്ലേ? ഹറാമുകൾ എത്ര ജീവിക്കാൻ അല്ലാഹു തആല കൊടുത്താലും അതൊന്നും പോരാ. ഇനിയും വേണം. ആർക്ക് വേണ്ടിയാണിത്? ആർക്ക് വേണ്ടിയാണ്? പ്രിയപ്പെട്ടവരെ, മരണപ്പെടുമ്പോൾ ആരെങ്കിലും എന്തെങ്കിലും കൊണ്ടുപോകുന്നുണ്ടോ? വെറും കയ്യോടെ വന്നവർ വെറും കയ്യോടെ പോകുന്നവരല്ലേ? നമ്മൾ നോക്കിക്കേ, ആരും ഒന്നും കൊണ്ടുപോകുന്നില്ല. അതുകൊണ്ട് മരണത്തിന് വേണ്ടി ഒരുങ്ങണം.
കൊച്ചു കുട്ടികൾ, യുവാക്കൾ, വൃദ്ധന്മാർ എല്ലാവരും ഒരുങ്ങണം. മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ചെറിയ ഹദീസ് കൂടി ഉണർത്തി ഞാൻ അവസാനിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. അഖദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിമൻകിബയ്യ, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുമ പറയുന്നു, എന്റെ ചെറുപ്പക്കാരൻ കേൾക്കണം, മഹാനായ പ്രവാചകൻ എന്റെ രണ്ട് തോളിലും പിടിച്ചു. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ആ സമയത്ത് അബ്ദുല്ലാഹി ഇബ്നു ഉമർ ചെറിയ കുട്ടിയാണ്, യുവാവാണ്, കൊച്ചുകുട്ടിയാണ്. അദ്ദേഹത്തോട് പറയുന്നു, അബ്ദുല്ലാ, നീ കുട്ടിയാണെന്ന് ഓർത്ത് ഇനി ഒരുപാട് കാലം ഈ ഭൂമിയിൽ നിനക്ക് ജീവിതമുണ്ട് എന്ന് നീ ധരിക്കരുത്. മരണം നിന്നെയും പിടികൂടാം, മരണം നിന്നെയും പിടികൂടാം. പ്രിയപ്പെട്ടവരെ, ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു വിവാദമായിക്കൊണ്ടിരിക്കുന്ന ഒരു ചെറിയൊരു മരണ വാർത്ത നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. മണ്ണാർക്കാട് ദറസ് വിദ്യാർത്ഥി ശുചിമുറിയിൽ തൂങ്ങി മരിച്ചു എന്ന് പറഞ്ഞൊരു വാർത്ത നമ്മൾ ഇന്നലെ കേട്ടു. കുളിമുറിയിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന 15 വയസ്സുള്ള റിസ്വാൻ എന്ന ചെറിയ കുട്ടി ദറസിന്റെ ശുചിമുറിയിൽ തൂങ്ങി മരിച്ചു. ഭയങ്കര വാർത്തയായിരുന്നു, വിവാദമാക്കി. ദറസ് വിദ്യാർത്ഥി തൂങ്ങി മരിച്ചു, ആത്മഹത്യ ചെയ്തു. എന്താണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എന്താണ്? ആ കുട്ടി മരണപ്പെട്ടു എന്നുള്ളതാണ് സത്യം. കുട്ടിക്ക് അറ്റായിക്കായിരുന്നു, ശുചിമുറിയിൽ കഴുത്തിൽ ബെൽറ്റ് ഉണ്ടായിരുന്നു. അവിടുത്തെ ഒരു അധ്യാപകൻ പറയുന്നത്, ആ കുട്ടി ശുചിമുറിയിൽ പോയി തന്റെ അരയിൽ കെട്ടിയിരുന്ന ബെൽറ്റ് തോളിലിട്ട് ആ കുട്ടി ശുചിമുറിയിൽ ഇരിക്കുന്ന സമയത്താണ് അറ്റായിക്കുണ്ടായി. ആ 15 വയസ്സുള്ള റിസ്വാൻ എന്ന കുട്ടി പ്രിയപ്പെട്ടവരെ മരണപ്പെട്ടു എന്ന വാർത്ത നാം കേൾക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ചെറുപ്പക്കാരെ മരണത്തിന് വേണ്ടി ഒരുങ്ങണം. നിനക്ക് ഇനി ആയുസ്സുണ്ട്, ജീവിതമുണ്ട്, നിനക്ക് ആരോഗ്യമുണ്ട് എന്ന് കരുതി മരണത്തെ നീ മറക്കരുത്. മരണം നിന്നെ പിടികൂടും എന്ന് അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി. ഒരു വിദേശിയെ പോലെ ഈ ലോകത്ത് ജീവിക്കണം, അല്ലെങ്കിൽ ഒരു വഴിയാത്രക്കാരനെ പോലെ ജീവിക്കണം. ഇതിനുശേഷം ഇബ്നു ഉമർ എന്ന് പറയുന്ന യുവാവായ സഹാബി ആ ചെറുപ്പക്കാരൻ വിളിച്ചു പറയുമായിരുന്നു, ഇദാ അസ്ബഹത ഫലാ തൻതദിരിൽ മസാഅ വഇദാ അംസൈത ഫലാ തൻതദിരി സബാഹ. സഹോദര, പ്രഭാതത്തിലായാൽ ഒരിക്കലും പ്രദോഷത്തിലാകുമെന്ന് നീ പ്രതീക്ഷിക്കണ്ട. പ്രദോഷത്തിലായവനോട് പറയും, ഒരിക്കലും നാളെ നേരം വെളുക്കുമ്പോൾ നാളെ പ്രഭാതത്തിലാകാം എന്ന് നീ വിചാരിക്കണ്ട. മനുഷ്യന്റെ ജീവൻ അത്രയുള്ള ഗ്യാരണ്ടി. അതുകൊണ്ട് എന്ത് ചെയ്യണം? എന്റെ ജീവിത കാലഘട്ടത്തിൽ, ആരോഗ്യമുള്ള കാലഘട്ടത്തിൽ മരണം, രോഗം പിടിപെടുന്നതിന് മുമ്പായിട്ട് ആ രോഗാവസ്ഥയ്ക്ക് വേണ്ടി നീ സമ്പാദിച്ചു കൊള്ളുക. മരണം പിടിപെടുന്നതിന് മുമ്പ് ജീവിതകാലത്ത് ആ മരണം മുതൽ തുടങ്ങുന്ന ജീവിതത്തിന് വേണ്ടി നീ സമ്പാദിച്ചു കൊള്ളുക എന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുമായിരുന്നെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, മരണത്തിന് വേണ്ടി ഒരുങ്ങണം. മരണത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങണം. ആ ഒരുങ്ങുന്ന മരണത്തിന്റെ അടയാളം ഒന്ന് നരബാധിക്കലാണ്, ശരീരത്തിന്റെ ശക്തി ക്ഷയിച്ചു പോകലാണ്, നിവർന്നു നിന്ന മുതുക് അത് കുനിഞ്ഞു പോകലാണ്. ഈ 3 ലക്ഷണങ്ങൾ. തസ്ബീഹ് ചൊല്ലി, അല്ലാഹുവിനെ പ്രകീർത്തിച്ച്, അല്ലാഹുവിനെ ഇബാദത്തുകൾ അധികരിപ്പിച്ച്, അല്ലാഹുവിനോട് അടുത്ത് നമസ്കാരാദി കർമ്മങ്ങൾ മുറുകെ പിടിച്ച് മരണത്തിന് വേണ്ടി ഒരുങ്ങണം. ഇനി നമ്മൾ വരുന്ന ആഴ്ച പറയാനുള്ള വിഷയം ഈ മരണത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷണം രോഗമാണ്. ഈ രോഗമായി കിടക്കുന്ന ആളുകളെ മരണത്തിന് വേണ്ടി എങ്ങനെ ഒരുക്കണം, രോഗിയെ എവിടേക്ക് തിരിച്ചു കിടത്തണം, കലിമ ചൊല്ലിക്കൊടുക്കൽ, സൂറത്ത് യാസീൻ ഓതൽ തുടങ്ങിയുള്ള കാര്യങ്ങളാണ് ഇൻഷാ അല്ലാഹ് വരുന്ന ആഴ്ച പറയാൻ പോകുന്നത്. അതിന് പ്രത്യേകിച്ച് ആമുഖമൊന്നുമില്ലാതെ നമ്മുടെ വിഷയങ്ങൾ പറയും. എന്റെ സഹോദരന്മാർ, പഠിക്കാൻ താല്പര്യമുള്ളവര് കുറച്ചുകൂടി നേരത്തെ വരണം. കാരണം മരണം എന്ന് പറയുന്നത് എല്ലാവരും പഠിച്ചിരിക്കേണ്ട കാര്യമാണ്. എല്ലാവരുടെ വീട്ടിൽ മരണം സംഭവിക്കാം. മരണം സംഭവിക്കാത്ത ഒരൊറ്റ വീട് പോലും ഇന്ന് ദുന്യാവിലില്ല. ഇന്ന് പിന്നെ വേറെ നമ്മുടെ സഹോദരനാണെങ്കിൽ നമ്മൾ മരിക്കേണ്ടവരാണ്. അപ്പൊ മരണവും അനന്തര കർമ്മങ്ങളും എല്ലാവരും പഠിക്കണം. ഞാൻ ഈ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. അത് പഠിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാകാൻ ശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല
നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഒരുങ്ങി തയ്യാറായി അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിന്റെ അവകാശികളായി മരണപ്പെടാനുള്ള ഭാഗ്യം അല്ലാഹു എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.